ആ സുനിയ ഞാൻ ഇറങ്ങടാ. ആ ജംഗ്ഷനിക്ക് ഞാൻ എത്താട്ടോ. ഓക്കെ ഞാൻ എപ്പോ ഇറങ്ങും കേട്ടോ. ഓക്കെ ശരി. ഉമ്മന്റെ ആ പൈസ എടുത്താണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പലരോട് പറഞ്ഞോ? എടാ ഇപ്പൊ ഇനി ഗൾഫിക്ക് പറഞ്ഞേക്കേ തീരെ വഞ്ചടാ. ഇപ്പൊ എവിടെ പോയിപ്പോ? പള്ളിയിൽ പോയതാണ്. ഒരു കാര്യം ചെയ്യും, മൂപ്പര് വരുമ്പോഴേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞു നോക്കി. എടാ എങ്ങനെയാടാ അപ്പനെ പറഞ്ഞേക്ക? ഇപ്പൊ നിർത്തിയാണ് അത്ര പോകുന്നത്. നിർത്തിപ്പോരെ എന്തെങ്കിലും ഈ പറയണത്? ഇപ്പൊ കട പഴയ മാതിരി തീരെ സുഖല്ലടാ. ഇപ്പൊ രണ്ടും കൂടി പോട്ടെ. നമ്മൾ ആ രജിസ്റ്ററിന്റെ കാര്യമൊക്കെ പിന്നെ പൈസ വിടുന്ന. എടാ നടക്കൊന്ന് പോയിക്കൂടെടാ. ഞാൻ പോയി എന്താ മങ്ങൾ ഈ പറയണത്? എപ്പൊ പോണേക്കാ നല്ല പോണ്. സജിനാനെ കെട്ടുമ്പോ ഒരു കുടുംബം എന്താ പറഞ്ഞു? ഗൾഫേക്ക് കെട്ടിച്ചില്ല എന്നാ പറഞ്ഞു. അവൾക്ക് ആദ്യം ഇഷ്ടമല്ല, അത് മനസ്സിലാക്കി. അനക്ക് ഓളെ പിരിഞ്ഞിക്കാൻ പറ്റൂലല്ലേ? എന്റെ ഉപ്പേ 42 കൊല്ലം എന്നെ കെട്ടിയിട്ടേ ആകെ 1-2 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അതൊക്കെ പഴയ കഥ. നിങ്ങൾ വെറുതെ അതൊന്നും പറയില്ല. നിങ്ങൾക്കൊക്കെ ഇത് പഴയ കഥയാവും. എനിക്ക് മൂപ്പരോട് പറയാൻ പറ്റുന്നു. ഇത് നേരിട്ടാണ് പറഞ്ഞതാ. അത് ശരിയാവും. ഇപ്പോഴും ഞാൻ വർത്തമാനം തെറ്റേണ്ടി വരും. നിങ്ങളെ പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടാളെ ഇടയിൽ കിടന്ന് ഞാനത് കൊടുക്കണം. ഞാൻ എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ പോരും. നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ എന്തായാലും പോകില്ല. പത്തടി നടക്കുമ്പോത്തിന് കഴിഞ്ഞേ. ശരി ഇപ്പേ നിങ്ങളോടെന്തോ പറയണ്ട. ഞാൻ കേട്ടു. ശരിയാ. ഏതായാലും വിശപ്പിന് 2-3 കൊല്ലം കൂടി ഉണ്ടല്ലോ. ഒന്നുകൂടി പോവാ. ഞങ്ങൾ റിയൽറ്റി അടിച്ചത് നന്നായി. പോയിട്ട് കാര്യമുണ്ടോന്നും അറിയില്ല. വലിയ സൈനാർക്ക് പഴയമായി. എങ്ങോട്ടാ പോണ്? ഓന്റെ ചെങ്ങന്മാരൊക്കെ ടൂറ് പോയത്. ഓ അത് മുടങ്ങണ്ട. നിങ്ങളുടെ ജീവിതം പഠിച്ചു വരുന്നുള്ളൂ. ഏതായാലും ഒന്നുകൂടി പോവുക. ആ വിസന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഞാനൊരു തീരുമാനമാവും. ഈ എന്റെ മൊബൈലിലെടുത്ത ട്രാവൽസ് ഒന്ന് വിളിച്ചാവട്ടെ.